നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. GDP വളർച്ച അനുമാനം 6.2% നിലനിർത്തി ഗോൾഡ്സ്മാൻ സാക്സ്. സർക്കാർ നയപിന്തുണയിൽ ആഭ്യന്തര വളർച്ച ശക്തിയാർജിക്കുമെന്നും നിരീക്ഷണം. സ്ഥിര നിക്ഷേപങ്ങളിൽ ഇന്ത്യക്കാർക്ക് താൽപര്യം കുറയുന്നതായി കണക്കുകൾ. പ്രിയം ഉയർന്ന വരുമാനം ലഭിക്കുന്ന ഓഹരികളും മ്യൂച്വൽ ഫണ്ടുകളും. ഇറാൻ-ഇസ്രായേൽ സംഘർഷം പണപ്പെരുപ്പം ഉയർത്തും. ആഗോള വിതരണ ശൃംഖലകൾ തടസ്സപ്പെടുമെന്നത് വെല്ലുവിളി. ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ ധനസമാഹരണത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നു. മൂലധനത്തിനായി ബാങ്കുകളെ ആശ്രയിക്കുന്നില്ലെന്നും റിപ്പോർട്ട്. ഇന്ത്യയിലേക്കുള്ള ചൈനീസ് കയറ്റുമതിയിൽ 12% വർധന. ചൈനീസ് ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ തള്ളുന്നതിനെതിരെ ജാഗ്രത വേണം. വിശദമായ വാർത്തകൾ നോക്കാം. ഓഹരി വിപണി ഇന്ന് നഷ്ടത്തിൽ അവസാനിച്ചു. സെൻസെക്സ് 212.85 പോയിന്റ് അഥവാ 0.26% ഇടിഞ്ഞ് 81,583.3 ക്ലോസ് ചെയ്തു. നിഫ്റ്റി 93.1 പോയിന്റ് അഥവാ 0.37% ഇടിഞ്ഞ് 24,853.4 സെൻസെക്സിൽ സൺ ഫാർമ, എറ്റേണൽ, ടാറ്റ മോട്ടോഴ്സ്, ബജാജ് ഫിനാൻസ്, ഇൻഡസ്ഇൻഡ് ബാങ്ക്, ബജാജ് ഫിൻസർവ് എന്നിവ പിന്നിലായിരുന്നു. ടെക് മഹീന്ദ്ര, ഇൻഫോസിസ്, ഏഷ്യൻ പെയിന്റ്സ്, മാരുതി എന്നിവ ഇന്ന് നേട്ടമുണ്ടാക്കി. രാജ്യത്തിന്റെ GDP വളർച്ച അനുമാനം 6.2% നിലനിർത്തി ഗോൾഡ്സ്മാൻ സാക്സ്. സർക്കാർ നയപിന്തുണയിൽ ആഭ്യന്തര വളർച്ച ശക്തിയാർജിക്കുമെന്നും നിരീക്ഷണം. ആഗോള വെല്ലുവിളികൾ നിലനിൽക്കുമ്പോഴാണ് ഗോൾഡ്മാൻ സാക്സ് ഇന്ത്യയെക്കുറിച്ച് പോസിറ്റീവ് നിരീക്ഷണം നടത്തിയിരിക്കുന്നത്. വരും മാസങ്ങളിൽ ഡോളറിന്റെ ശക്തി ക്ഷയിക്കും. രൂപ ഏഷ്യൻ കറൻസികളെ നയിക്കും. കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം ആഭ്യന്തര നയപരമായ സ്വാധീനം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ പ്രതിഫലിക്കുമെന്നും ഗോൾഡ്മാൻ സാക്സിലെ ചീഫ് ഇന്ത്യ എക്കണോമിസ്റ്റ് സാന്ത്വനു സെൻഗുപ്ത പറഞ്ഞു. റിസർവ് ബാങ്കിന്റെ ധനനയ ഇളവിന്റെയും സർക്കാരിന്റെ സാമ്പത്തിക അച്ചടക്കത്തിന്റെയും നേട്ടം 2026-27 വർഷത്തിലുണ്ടാവും. സമീപ വർഷങ്ങളിൽ ഇന്ത്യയുടെ കോർപ്പറേറ്റ് വരുമാനം സ്ഥിരത കൈവരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഈ ദശാബ്ദത്തിന്റെ അവസാനം വരെ ശക്തമായ ലാഭവളർച്ച കോർപ്പറേറ്റുകൾ കൈവരിക്കുന്നത് തുടരുമെന്നും പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നു. ഓട്ടോമോട്ടീവ്, റിയൽ എസ്റ്റേറ്റ്, രാസവസ്തുക്കൾ, വ്യവസായങ്ങൾ തുടങ്ങിയ മേഖലകളുടെ മൊത്തത്തിലുള്ള ലാഭത്തിൽ ഗണ്യമായ വർധന പ്രതീക്ഷിക്കുന്നു. ഉപഭോക്തൃ കേന്ദ്രീകൃത വ്യവസായങ്ങളിൽ ശക്തമായ വളർച്ചയും റിപ്പോർട്ട് പ്രവചിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. സ്ഥിര നിക്ഷേപങ്ങളിൽ ഇന്ത്യക്കാർക്ക് താൽപര്യം കുറയുന്നതായി റിസർവ് ബാങ്ക് കണക്കുകൾ. ഉയർന്ന വരുമാനം ലഭിക്കുന്ന ഓഹരികളും മ്യൂച്വൽ ഫണ്ടുകളുമാണ് ഇപ്പോൾ പ്രിയം. ഇന്ത്യക്കാർ പരമ്പരാഗത നിക്ഷേപ രീതികളിൽ നിന്ന് മാറി ചിന്തിക്കുന്നുവെന്നാണ് റിസർവ് ബാങ്കിന്റെ ഡേറ്റ വ്യക്തമാക്കുന്നത്. മുൻകാലങ്ങളിൽ കുടുംബങ്ങളും വ്യക്തികളും അവരുടെ നിക്ഷേപങ്ങൾ ബാങ്കുകളിലാണ് സൂക്ഷിച്ചിരുന്നത്. എന്നാൽ ഓഹരി വിപണിയുടെ വളർച്ചയും നിക്ഷേപിക്കാനുള്ള എളുപ്പവും ധാരാളം ആളുകളെ സ്റ്റോക്ക് മാർക്കറ്റിലേക്കും മ്യൂച്വൽ ഫണ്ടുകളിലേക്കും ആകർഷിക്കുന്നുണ്ട്. ഉയർന്ന റിട്ടേണുകളാണ് മ്യൂച്വൽ ഫണ്ടുകളിലേക്കും സ്റ്റോക്കുകളിലേക്കും മാറുന്നതിന് ഇന്ത്യക്കാരെ പ്രേരിപ്പിക്കുന്നത്. ബാങ്കിലെ സേവിംഗ്സ് അക്കൗണ്ടിലെ വരുമാനം സ്ഥിരത പുലർത്തുന്നതാണ്. എന്നാൽ റിസ്ക് എടുത്താൽ വരുമാനം ഉയർത്താൻ സാധിക്കുമെന്ന ചിന്തയാണ് നിക്ഷേപകർക്കുള്ളത്. കഴിഞ്ഞ 5 വർഷമായി ഈ പ്രവണത തുടരുകയാണ്. ഈ 5 വർഷത്തെ കാലയളവിൽ സേവിംഗ്സ് നിക്ഷേപങ്ങളിലെ വ്യക്തികളുടെ വിഹിതം ഏകദേശം 77% സ്ഥിരമായി തുടരുകയാണ്. എന്നാൽ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം ഉയർന്നുവെന്നും ഡേറ്റ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഇറാൻ-ഇസ്രായേൽ സംഘർഷം രാജ്യത്ത് പണപ്പെരുപ്പം ഉയർത്താൻ സാധ്യത. ആഗോള വിതരണ ശൃംഖലകൾ തടസ്സപ്പെടുന്നത് വെല്ലുവിളിയെന്നും സാമ്പത്തിക വിദഗ്ധർ. ഇറാൻ-ഇസ്രായേൽ സംഘർഷം രാജ്യത്തെ പെട്രോൾ, ഡീസൽ വില ഉയർത്തുമെന്ന ആശങ്ക ഉയർന്നിട്ടുണ്ട്. എന്നാൽ ഇതിനേക്കാൾ അപകടമുണ്ടാക്കുന്നത് ആഗോള വിതരണ ശൃംഖലകളിലുണ്ടാവുന്ന തടസ്സങ്ങളാണ്. അവ രാജ്യത്ത് പണപ്പെരുപ്പമുണ്ടാക്കുമെന്നാണ് സിറ്റി ഇന്ത്യയിലെ ചീഫ് എക്കണോമിസ്റ്റ് സമീരൻ ചക്രവർത്തി പറയുന്നത്. റിസർവ് ബാങ്കിന്റെ മുൻകാല കണക്കുകൾ പ്രകാരം എണ്ണവിലയിൽ ശരാശരി 10% വർധനവ് പണപ്പെരുപ്പത്തെ 30-40 ബേസിസ് പോയിന്റുകൾ വരെ വർദ്ധിപ്പിക്കും. മിഡിൽ ഈസ്റ്റിലെ സംഘർഷം ആശങ്ക ഉയർത്തുന്നുവെങ്കിലും വിതരണം ഇതുവരെ കാര്യമായി തടസ്സപ്പെട്ടിട്ടില്ല. എന്നാൽ ഇസ്രായേൽ ഇറാൻ പ്രതിസന്ധി നീണ്ടുനിൽക്കുകയും പ്രധാന കടൽപാതകൾ ഇറാൻ തടയുകയും ചെയ്താൽ എണ്ണവിലയിൽ വലിയ കുതിപ്പിന് അത് വഴിവെക്കും. അതോടെ ഭക്ഷ്യവില മുതൽ എല്ലാത്തിൻ്റെയും വില ഉയരും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.
രാജ്യത്തെ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ ധനസമാഹരണത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നു. മൂലധനത്തിനായി ബാങ്കുകളെ ആശ്രയിക്കുന്നില്ലെന്നും റിപ്പോർട്ട്. പൊതുനിക്ഷേപങ്ങളെയും ബോണ്ട് വിപണിയെയുമാണ് ഇപ്പോൾ NBFCകൾ ആശ്രയിക്കുന്നത്. ഇത്തരത്തിൽ ബോണ്ട് വിപണികളിൽ പ്രവേശിക്കുന്നത് സ്ഥാപനങ്ങളുടെ വിശ്വാസ്യതയും നിക്ഷേപക ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുന്നുവെന്നാണ് ചോക്സി റിസർച്ചിന്റെ റിപ്പോർട്ട് പറയുന്നത്. ബാങ്കുകളിൽ നിന്ന് വായ്പയെടുത്ത് ധനസമാഹരണം നടത്തുമ്പോൾ പലിശ ഇനത്തിൽ വൻതുക നൽകേണ്ടി വരും. എന്നാൽ ഇപ്പോൾ അതിൽ കുറവ് വന്നുവെന്നത് നേട്ടമാണ്. ഇക്കാരണങ്ങളാൽ ഇന്ത്യയിലെ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ ശക്തമായ വളർച്ചാശേഷിയാണ് പ്രകടിപ്പിക്കുന്നതെന്നും ചോക്സി റിസർച്ചിന്റെ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. 2025 സാമ്പത്തിക വർഷത്തെ മേഖലയുടെ വളർച്ച ഇതാണ് വ്യക്തമാക്കുന്നത്. സ്വർണ്ണ വായ്പയ്ക്കായുള്ള ആവശ്യകത വർദ്ധിച്ചതാണ് ഈ വളർച്ചയ്ക്ക് തുണയായത്. NBFCകളുടെ മൊത്തം വായ്പ ഇക്കാലയളവിൽ 24.5 ട്രില്യൺ രൂപയായി ഉയർന്നു. മൊത്തം ആസ്തി വാർഷികാടിസ്ഥാനത്തിൽ 20% വർദ്ധിച്ച് 28.2 ട്രില്യൺ രൂപയായി. ഇവയെല്ലാം മേഖലയുടെ വളർച്ചയെ പിന്തുണയ്ക്കുമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും. അതാണ് KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ. മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വച്ചും പണം പിൻവലിക്കൂ. പരമാവധി 50 ലക്ഷം രൂപ വരെ. അതിവേഗ പ്രോസസിംഗ്. 24/7 സേവനം. ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട, സമയവും നോക്കേണ്ട. KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഗോൾഡ്. വ്യാപാര യുദ്ധത്തിനു പിന്നാലെ ഇന്ത്യയിലേക്കുള്ള ചൈനീസ് കയറ്റുമതിയിൽ 12% വർധന. ചൈനീസ് ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ തള്ളുന്നതിനെതിരെ ജാഗ്രത വേണമെന്നും നിർദ്ദേശം. മെയ് മാസത്തിൽ ചൈനയുടെ മൊത്തത്തിലുള്ള കയറ്റുമതി 4.6% വർദ്ധിച്ചെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അമേരിക്കയിലേക്കുള്ള കയറ്റുമതി കുറഞ്ഞപ്പോഴാണ് ഈ നേട്ടമെന്നത് ശ്രദ്ധേയമാണെന്ന് ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇനീഷ്യേറ്റീവ് ചൂണ്ടിക്കാട്ടി. ചൈന കയറ്റുമതി ലക്ഷ്യസ്ഥാനങ്ങളിൽ ഗണ്യമായ മാറ്റമുണ്ടാക്കി. ഇന്ത്യയ്ക്ക് പുറമെ യൂറോപ്യൻ യൂണിയൻ, ആസിയാൻ രാജ്യങ്ങളിലാണ് ചൈനീസ് ഉൽപ്പന്നങ്ങൾ കൂടുതലായി എത്തുന്നത്. ഇന്ത്യയിലേക്ക് 2024 മെയ്യിൽ $302.1 ബില്യൺ കയറ്റുമതിയാണ് ചൈന നടത്തിയത്. എന്നാൽ ഈ വർഷം അത് $316.2 ബില്യൺ ഉയർന്നു. പെട്രോളിയം, സ്വർണം, വജ്ര ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കിയുള്ള ഡേറ്റയാണിത്. US-ലേക്കുള്ള കയറ്റുമതിയിൽ 34.5% കുറവുണ്ടായെങ്കിലും മറ്റു മേഖലകളിലേക്കുള്ള കയറ്റുമതി കമ്മി ചൈന കുറച്ചെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. അതേസമയം ഇന്ത്യയുടെ മൊത്തത്തിലുള്ള ഇറക്കുമതിയിലും വർധനയുണ്ട്. ഇലക്ട്രോണിക്സ് ഇറക്കുമതി 27.5% വർദ്ധിച്ച് $9.1 ബില്യൺ. യന്ത്രങ്ങൾ, കമ്പ്യൂട്ടറുകൾ എന്നിവയുടെ ഇറക്കുമതി 22% വർദ്ധിച്ച് $5 ബില്യൺ എത്തി. ചൈനയാണ് ഇവയുടെ പ്രധാന വിതരണക്കാരെന്നതും റിപ്പോർട്ട് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാനഡയിൽ G7 ഉച്ചകോടിക്ക് തുടക്കം. ഇറാൻ-ഇസ്രായേൽ സംഘർഷത്തിൽ ഉച്ചകോടി ഇസ്രായേലിന് പിന്തുണ അറിയിച്ചു. ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും G7 ഉച്ചകോടിക്കിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മടങ്ങിയിരിക്കുകയാണ്. വിശദാംശങ്ങളുമായി ശ്രുതി ലാലാണ് ചേരുന്നത്. ശ്രുതി, ഇസ്രായേൽ-ഇറാൻ സംഘർഷം ലോകത്തെ ഭീതിയിലാഴ്ത്തവേ സമ്പന്ന രാജ്യങ്ങളുടെ സാമ്പത്തിക രാഷ്ട്രീയ കൂട്ടായ്മയായ G7 ഉച്ചകോടിക്ക് കാനഡയിൽ തുടക്കമായിരിക്കുന്നു. ട്രംപ് നേരത്തെ തന്നെ അമേരിക്കയിലേക്ക് മടങ്ങിയത് സംബന്ധിച്ച് വൈറ്റ് ഹൌസ് പ്രതികരിച്ചിട്ടുണ്ടോ? വിശദാംശങ്ങൾ. കാനഡയിലാണ് ഇത്തവണ G7 ഉച്ചകോടിക്ക് തുടക്കമായിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റിലെ ഭീകരതയുടെ ഉറവിടം ഇറാനാണ്. അതുകൊണ്ട് തന്നെ ഇസ്രയേലിന് പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് G7 പ്രതിനിധികൾ ഉച്ചകോടിക്ക് തുടക്കമിട്ടിരിക്കുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉച്ചകോടിയിൽ എത്തിയിട്ടുണ്ട്. 7 രാഷ്ട്രങ്ങളിലെ തലവന്മാരുമായിട്ട് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുമെന്നാണ് ഇപ്പോൾ നമുക്ക് വ്യക്തമായിരിക്കുന്നത്. എന്നാൽ ഏറ്റവും പ്രതീക്ഷയോടെ ഇന്ത്യ കണ്ടിരുന്നത് മോദി ട്രംപ് കൂടിക്കാഴ്ചയാണ്. എന്നാൽ ട്രംപ് ഉച്ചകോടിയിൽ പങ്കെടുക്കാതെ US-ലേക്ക് തന്നെ മടങ്ങിയിട്ടുണ്ട്. ഇസ്രായേൽ ഇറാൻ വെടിനിർത്തൽ ചർച്ചയുമായി ബന്ധപ്പെട്ടാണ് ട്രംപിന്റെ മടങ്ങിപ്പോക്ക് എന്നാണ് വിവരങ്ങൾ. എന്നാൽ വാഷിംഗ്ടൺ ഇത് നിരസിച്ചിട്ടുമുണ്ട്. നമ്മൾക്കറിയാം, ഇന്ത്യ-US കരാറിന്റെ ഇടക്കാല വ്യാപാര കരാർ ഈ മാസം അവസാനത്തോടെ അല്ലെങ്കിൽ മെയ് 9 നടപ്പിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ മോദി ട്രംപ് കൂടിക്കാഴ്ച ഏറെ നിർണായകമായിരുന്നു. അതുകൊണ്ട് ട്രംപിന്റെ ഈ തിരിച്ചുപോക്ക് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടി തന്നെയാണ്. എങ്കിലും അദ്ദേഹം ബാക്കി വരുന്ന ദിവസങ്ങളിൽ മറ്റ് G7-ലെ മറ്റ് രാഷ്ട്രത്തലവന്മാരുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം. വാണിജ്യം, നിക്ഷേപം, സാമ്പത്തിക സേവനങ്ങൾ, ലോജിസ്റ്റിക്, പ്രതിരോധ മേഖലകളിലായിരിക്കും G7 പ്രതിനിധികളുമായിട്ട് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയെന്നാണ് അറിയുന്നത്. വിദ്യ. കാനഡയിൽ G7 ഉച്ചകോടിക്ക് തുടക്കമായിരിക്കുന്നു. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് ശ്രുതിയാണ്.
മറ്റൊരു വാർത്തയിലേക്ക് പോകാം. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തെ തുടർന്ന് കേരളത്തിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ തടസ്സപ്പെടുന്നു. ആയിരക്കണക്കിന് യാത്രക്കാർ ദുരിതത്തിലായി. വാർത്തയുടെ വിശദാംശങ്ങളുമായി അശ്വതി അശോകാണ് ചേരുന്നത്. അശ്വതി, ഏതൊക്കെ വിമാനങ്ങളാണ് ഇതുവരെ റദ്ദാക്കിയത്? യാത്രക്കാർക്ക് ബദൽ സംവിധാനങ്ങൾ ഏതെങ്കിലും തരത്തിൽ സജ്ജമാക്കിയിട്ടുണ്ടോ? വിശദാംശങ്ങൾ. വിദ്യ, ഇറാൻ ഇസ്രായേൽ സംഘർഷത്തെ തുടർന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വ്യോമപാതകൾ അടച്ചതിനാൽ മലയാളികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ ദുരിതത്തിലായിരിക്കുകയാണ്. കേരളത്തിൽ നിന്ന് ഒട്ടേറെ വിമാന സർവീസുകളാണ് നിർത്തലാക്കുകയോ വൈകിക്കുകയോ ചെയ്തിരിക്കുന്നത്. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ദുബായ് വിമാനം റദ്ദാക്കിയതായിട്ട് അറിയിച്ചിരുന്നു. അതേപോലെ തന്നെ ഒമാനിലേക്കുള്ള വിമാന സർവീസുകളും താളം തെറ്റിയിരിക്കുകയാണ്. ഒത്തിരി മലയാളികളാണ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ദിനം പ്രതി യാത്ര ചെയ്യുന്നത്. ഇവർക്ക് ഈ സർവീസുകൾ റദ്ദാക്കിയത് കനത്ത തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. യാത്രക്കാർ വിമാന കമ്പനികളുടെ അറിയിപ്പുകൾ ലഭിച്ചതിന് ശേഷം മാത്രം വിമാനത്താവളത്തിൽ എത്തണമെന്നതാണ് മുന്നറിയിപ്പാണ് ഓരോ വിമാന കമ്പനികളും നൽകിയിരിക്കുന്നത്. അതേപോലെ തന്നെ ദുബായിൽ നിന്നുള്ള ഫ്ലൈ ദുബായും സർവീസുകൾ നിർത്തിവെച്ചതായിട്ട് അറിയിച്ചിട്ടുണ്ട്. ഒട്ടേറെ വിമാന സർവീസുകൾ ഇങ്ങനെ ദിനംപ്രതി നിർത്തുന്നത് ഗൾഫിലേക്കുള്ള യാത്ര ജോലിക്കായും പഠനത്തിനായും അതേപോലെ തന്നെ വിനോദസഞ്ചാരത്തിനായും പോകുന്ന യാത്രക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. അതിനാൽ തന്നെ ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വരും ദിവസങ്ങളിലും ഇതേപോലുള്ള ബുദ്ധിമുട്ടുകൾ യാത്രക്കാർക്ക് നേരിടേണ്ടി വരുമെന്നാണ് സൂചന. വിദ്യ, ഇറാൻ ഇസ്രായേൽ സംഘർഷത്തെ തുടർന്ന് നിരവധി വിമാന സർവീസുകളാണ് ഇപ്പോൾ റദ്ദാക്കിക്കൊണ്ടിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകിയത് അശ്വതിയാണ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ കനത്ത ഇടിവ്. ഗ്രാമിന് 105 രൂപയുടെയും പവന് 840 രൂപയുടെയും കുറവാണ് ഇന്ന് രേഖപ്പെടുത്തിയത്. ഇതോടെ സംസ്ഥാനത്ത് സ്വർണം ഗ്രാമിന് 9200 രൂപയും പവന് 73,600 രൂപയുമായി. പശ്ചിമേഷ്യയിൽ സംഘർഷം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് വില ഇടിവ് എന്നത് ശ്രദ്ധേയമാണ്. 18 ക്യാരറ്റ് സ്വർണത്തിനും വില കുറഞ്ഞു. ഗ്രാമിന് 85 രൂപ കുറഞ്ഞ് 7550 രൂപയിലാണ് ഇന്നത്തെ വ്യാപാരം. അതേസമയം വെള്ളി വിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 115 രൂപയായി തുടരുന്നു. ഇറാനിലെയും ഇസ്രായേലിലെയും കേരളീയർ സുരക്ഷിതരെന്ന് നോർക്ക റൂട്ട് സിഇഒ അജിത് കോളശ്ശേരി. ടെഹ്റാൻ, ടെൽ അവീവ് ഇന്ത്യൻ എംബസികളിലും നോർക്കയിലും ഹെൽപ്പ് ഡെസ്കുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും സിഇഒ തിരുവനന്തപുരത്ത് മൈഫിൻ ടിവിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞു. ഇതുവരെ കിട്ടുന്ന വിവരങ്ങളനുസരിച്ച് ഇസ്രായേലിൽ ഉള്ള മലയാളികൾ എല്ലാവരും സുരക്ഷിതരാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ സാഹചര്യത്തുമായിട്ട് അവർ അക്വസ്റ്റംബിളാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ അതിനൊരു കൃത്യമായ SOPs ഉണ്ട്. എല്ലാ ബിൽഡിങ്ങുകളും ബോംബ് ഷെൽട്ടേഴ്സും അതുപോലെ തന്നെ ഇതുപോലുള്ള വാർണിങ്സ് വരുന്നതനുസരിച്ച് അതിനുള്ള പ്രിക്കോഷൻസ് എടുക്കുന്ന രീതിയിലുള്ള SOPs ഒക്കെ കറക്റ്റ് ആയതുകൊണ്ട് എല്ലാവരും അതുമായിട്ട് ചേർന്ന് പോകുന്നുണ്ട്. ഇറാനിലെ സ്ഥിതി ഞാൻ ആദ്യം മനസ്സിലാക്കിയതനുസരിച്ച് ടെഹ്റാനിൽ സ്ട്രക്ക് ഡൗൺ ആയിരുന്ന മലയാളികൾ അവിടെ നിന്ന് പുറത്തേക്ക് പോവുകയും മിക്കവരും ടെഹ്റാൻ സിറ്റി വിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരവിടെ നിന്ന് ഒരു ഇവാക്യുവേഷൻ ഇപ്പം ചോദിച്ചിരിക്കുന്നുണ്ട്. അവർ നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഇവാക്യുവേഷൻ ചോദിച്ചിട്ടുണ്ട്. അതിന് വിദേശകാര്യ വകുപ്പുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഗവൺമെൻറ് ഇവാക്യുവേഷൻ നടപടികൾ ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ലാൻഡ് റൂട്ട് വഴി അർമേനിയയിലേക്ക് പോയി എരാവനിൽ നിന്ന് ആണ് അവരുടെ ഇവാക്യുവേഷൻസ് കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പം അക്കാര്യങ്ങളിൽ MEAയുടെ വിദേശകാര്യ വകുപ്പിൻ്റെ കൺട്രോൾ റൂമുമായിട്ടും അതാത് രാജ്യങ്ങളിലെ ഇന്ത്യൻ എംബസികളുമായിട്ടും കണക്ട് ചെയ്ത് നിൽക്കാൻ ഞങ്ങൾ അവരെല്ലാവരും അഡ്വൈസ് ചെയ്യുന്നുണ്ട്. ഒപ്പം നോർക്കയുടെ കോൾ സെൻറ്ററുമായിട്ടും അവർ കണക്റ്റഡ് ആണ്. പ്രധാന വാർത്തകൾ വീണ്ടും. GDP വളർച്ച അനുമാനം 6.2% നിലനിർത്തി ഗോൾഡ്മാൻ സാക്സ്. സർക്കാർ നയപിന്തുണയിൽ ആഭ്യന്തര വളർച്ച ശക്തിയാർജിക്കുമെന്നും നിരീക്ഷണം. സ്ഥിര നിക്ഷേപങ്ങളിൽ ഇന്ത്യക്കാർക്ക് താൽപര്യം കുറയുന്നതായി കണക്കുകൾ. പ്രിയം ഉയർന്ന വരുമാനം ലഭിക്കുന്ന ഓഹരികളും മ്യൂച്വൽ ഫണ്ടുകളും. ഇറാൻ ഇസ്രായേൽ സംഘർഷം പണപ്പെരുപ്പമുയർത്തും. ആഗോള വിതരണ ശൃംഖലകൾ തടസ്സപ്പെടുന്നത് വെല്ലുവിളി. ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ ധനസമാഹരണത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നു. മൂലധനത്തിനായി ബാങ്കുകളെ ആശ്രയിക്കുന്നില്ലെന്നും റിപ്പോർട്ട്. ഇന്ത്യയിലേക്കുള്ള ചൈനീസ് കയറ്റുമതിയിൽ 12% വർധന. ചൈനീസ് ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ തള്ളുന്നതിനെതിരെ ജാഗ്രത വേണം.
ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം. This program is sponsored by KSFE Smart Gold Overdraft. Digitally supercharge your gold.